നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് നാഗപഞ്ചമിയാകുന്നു. ഇന്നേ ദിവസം നാഗങ്ങളെ ആരാധിക്കേണ്ടതായ ദിവസമാണ്. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നാഗങ്ങൾ പ്രദാനം ചെയ്യുന്നതായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ തൊടുകുറിയിലൂടെ നാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രം നാഗരാജാവിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം നാഗേഷിയുടെ ചിത്രമാകുന്നു. ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രത്തെ നാഗങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാഗരാജാവേ ശരണം, നാഗേഷിയമ്മയെ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ നാഗരാജാവിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പ്രതീക്ഷിക്കുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ, ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ നാഗരാജാവിൻ്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. നാഗങ്ങളുടെ അനുഗ്രഹത്താൽ അനുകൂലമല്ലാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. അതിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ ശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. അതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമോ അല്ലാതെയോ ചില വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ ഒഴിവാക്കുവാനും സാമ്പത്തികപരമായ ഉന്നതി, സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തൊട്ടതെല്ലാം പൊന്നാക്കുന്നതായ ഒരു സമയം. അതേക്കുറിച്ച് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. ചില കാര്യങ്ങൾ പൊന്നാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുകൂലമാക്കുവാൻ, വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, അമിതമായ വിശ്വാസം, അമിതമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപത്ത് മാത്രമേ സമ്മാനിക്കൂ എന്ന കാര്യം ഓർക്കുക. ചില കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. ആലസ്യം നിങ്ങൾക്കുണ്ട്. പിന്നീട് ചെയ്യാം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. അത്തരത്തിലുള്ള ചിന്തകൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. സത്യസന്ധത അഥവാ നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ആരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നാഗങ്ങളുടെ അഥവാ നാഗരാജാവിൻ്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അകാരണമായ ഭയം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ പുറകോട്ട് പോകുന്നതായ അവസ്ഥയുണ്ട്. അതിൽ മാറ്റങ്ങൾ വരേണ്ടതാകുന്നു. നാഗങ്ങളെ നിങ്ങൾ ആരാധിച്ചുകൊണ്ട്, നാഗരാജാവിനെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സൽസന്താനങ്ങളെ ലഭിക്കുവാൻ അത്തരത്തിലുള്ള യോഗങ്ങളും നാഗങ്ങളുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാവുന്നതാണ്. ഭാവിയിൽ അത്തരം കാര്യങ്ങളും അനുകൂലമായി തീരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ ആ പ്രതിസന്ധികൾ
തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽ ലബ്ധി നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം എന്ന കാര്യവും ഓർക്കുക. വിദേശ യാത്രകൾ അല്ലെങ്കിൽ പലവിധ മറ്റ് യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾക്ക് ഭാവിയിൽ അനുകൂലമായി തീരാം. പല വ്യക്തികളെയും കണ്ടുമുട്ടുവാനും അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാനും ഭാവിയിൽ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബ സൗഖ്യം വന്നു ചേരാം. കൂടാതെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നാഗങ്ങളെ, നാഗരാജാവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും നിങ്ങൾ അത്ഭുതത്തോടെ തന്നെ സമീപിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മനസ്സിൽ തോൽവി സംഭവിക്കും എന്ന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അഥവാ അത്തരം ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. ചില കാര്യങ്ങൾ തെറ്റാണ്, ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ എനിക്കത് ദോഷമേ അല്ലെങ്കിൽ പലവിധ നഷ്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരും. നാഗരാജാവിൻ്റെ കടാക്ഷത്താൽ ഇത്തരത്തിൽ ചില അപകടങ്ങളിൽ നിന്നും ചില ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരം ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നാഗങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ നാഗരാജാവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. തീർച്ചയായും നാഗങ്ങളെ ആരാധിച്ച്, നാഗരാജാവിനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ നാഗേഷിയെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിലനിർത്തുവാൻ പലപ്പോഴും സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത്. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നഷ്ടമായി പോകുന്നു. നിലനിർത്തുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം. അത് ധനമാണ് എങ്കിലും, ബന്ധങ്ങളാണ് എങ്കിലും അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. കൈകളിലേക്ക് എത്താതെ പല കാര്യങ്ങളും തട്ടിത്തെറിച്ച് പോകുന്നതായ അവസ്ഥ, സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നതായ ചില പ്രശ്നങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നാഗേക്ഷമയുടെ കടാക്ഷത്താൽ കൂടി ഇത്തരത്തിൽ ചില മാറ്റങ്ങൾ, ചിന്തകളിൽ ചില വ്യത്യാസങ്ങൾ, പുനർചിന്തനത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും സ്വയം പഴിക്കുകയോ അല്ലെങ്കിൽ എന്തിനത്തരത്തിൽ മുന്നോട്ട് പോയി എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യുവാൻ സാധ്യതയുണ്ട് എങ്കിലും നാഗേക്ഷമയുടെ കടാക്ഷത്താൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാം. അത് നിങ്ങൾക്ക് ദോഷമാണ്, നഷ്ടങ്ങൾ സംഭവിക്കും എന്ന വ്യക്തമായ സൂചന നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ഏത് കാര്യം വരുമ്പോഴും ചിന്തിച്ച് മാത്രം തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇതിനിടയിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ, ചില ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾക്കോ കാരണമായി തീർന്നു എന്ന് വരാം. ആവശ്യമായ ശക്തി നിങ്ങൾക്ക് വേണം. എന്നാൽ പലപ്പോഴും നിങ്ങൾ തളർന്നു പോകുന്നു. പല കാര്യങ്ങളുടെ മുൻപിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ നാഗേക്ഷമയെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മനോബലം വർദ്ധിക്കുകയും
ശക്തി വർദ്ധിക്കുകയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് എപ്രകാരം പ്രവർത്തിക്കണം എന്ന വ്യക്തമായ ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. പുറമെ നിങ്ങളെക്കുറിച്ച് പലവിധ ചിന്താഗതി മറ്റുള്ളവർക്കുണ്ടാകാം. എന്നാൽ പുറമെ അഹങ്കാരിയായി തോന്നും എങ്കിലും ശുദ്ധ മനസ്സിന് ഉടമകളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ പലപ്പോഴും പല വ്യക്തികളും അത് തിരിച്ചറിയാതെ ബന്ധങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ യോഗം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾ അത് താൽക്കാലികമാണ് എന്ന ചിന്തയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ദുരിതങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ആ ദുഃഖം ഒരു പരിധിവരെ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യം നിങ്ങളെ തേടിയെത്താം. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ ആ വന്നു ചേർന്നിരിക്കുന്നത് ഭാഗ്യമാണ് എന്ന ചിന്ത നിങ്ങൾക്കും വേണം. അതായത് ഒരിക്കലും കണ്ണടച്ച് അത് വേണ്ട എന്ന തീരുമാനം എടുക്കുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മനസമാധാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതായ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, എന്നിരുന്നാൽ പോലും അത് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു. അത്തരത്തിൽ നിങ്ങൾ നേരിടുന്നതായ ആ പ്രശ്നങ്ങൾക്ക് ചില ഉചിതമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കണം എന്നില്ല. എന്നാൽ ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം. അതിനായി കഠിനാധ്വാനം, കഠിനമായ പരിശ്രമം നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഉചിതമായി തന്നെ മറ്റുള്ളവരോട് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. തടസ്സങ്ങൾ, വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അത് ഉയർച്ചയ്ക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് എന്ന കാര്യം ഓർക്കുക. മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഏത് കാര്യം ചെയ്യുവാനും പ്രാപ്തരാണ് എന്ന ചിന്ത മറ്റുള്ളവരിലേക്ക് കടന്നു വരും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ചില കാര്യങ്ങളും പ്രതീക്ഷിക്കാം. നാഗേക്ഷി അമ്മയുടെ കടാക്ഷത്താൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക.